അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, ബാക്കിയുള്ളവർ കേൾക്കണോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷേ ഞാൻ ഇത് മുസ്ലിം സമൂഹത്തിനോട് പ്രത്യേകം പറയാൻ കാരണം, എക്കാലഘട്ടത്തിലും ഒരു മാസപ്പിറവി, നോൽമ്പും പെരുന്നാളൊക്കെ ഒരു വിവാദമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം പറയാൻ കാരണം. ഇപ്പത്തെ ഹജ്ജിന്റെ കർമ്മത്തിലും ഇതേ വിഷയം വന്നിട്ടുണ്ട്. എന്ത്? സൗദി അറേബ്യയിലാണ്. അവിടെ ആ ഹറമിൽ വെച്ചിട്ടാണ് ഈ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. ഈ സൗദി അറേബ്യയിൽ ഹജ്ജ് കർമ്മത്തിനാണ് പല നാടുകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും അവിടെ ആൾക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ഇവിടുത്തെ ഓരോ നാട്ടിലത്തെ ചന്ദ്രപ്പിറവി അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല പോയിട്ടുള്ളത്. രണ്ട്, അവിടെ നടക്കുന്ന ഹജ്ജിന്റെ അവസാനത്തെ 9ാമത്തെ ദിവസമാണ് എന്ത് നടക്കുന്നത്? അറഫ ദിനം നടക്കുന്നത്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിന്റെ ദിവസമാണ് അറഫ. അറഫ ഒരാൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവനക്ക് ഹജ്ജ് ഇല്ല എന്നാ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത്, ഇതേപോലെ ഞാൻ ഹജ്ജിന് പോയ സന്ദർഭത്തിൽ ഒരു ഫാമിലി 3 ഹജ്ജ്, ഒരു ഉമ്മ, ഒരു ഉപ്പ, ഒരു ഉമ്മ, ഒരു മകന്, അവന്റെ ഭാര്യ, ഇവര് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ആ ഉമ്മാക്ക് പെട്ടെന്ന് അസുഖം വന്നു. അറഫയ്ക്ക് വരാൻ വേണ്ടി സാധിക്കൂല. ആ അറഫയ്ക്ക് വരാൻ വേണ്ടി സാധിക്കൂല എന്ന് വന്ന സന്ദർഭത്തില് ഈ മകനാണെങ്കിൽ കുറച്ച് പ്രായമായിട്ടുണ്ട്, ഉമ്മാനെ എടുക്കാൻ പറ്റൂല. ഞാൻ അന്ന് കുറച്ച് പ്രായം കമ്മിയാണ്, കുറച്ച് ചെറുതാണ്, കുറച്ച് വർഷമായി. ആ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്തു? ഈ ഉമ്മാനെ എടുത്തുകൊണ്ട്, ഞങ്ങളെ ഗ്രൂപ്പിൽ വന്ന ആളായിരുന്നു, ആ ഉമ്മാനെ എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പിന്നെ ബസ്സിലേക്ക് കയറി അറഫയ്ക്ക് എത്തിച്ചു. 3 ഹജ്ജ് അന്ന് കിട്ടി. ഞാൻ ഇപ്പൊ ഇതിപ്പോ എന്താ പറഞ്ഞു വെച്ചാൽ, ഇതിന്റെ ഇടയിൽ കയറി വന്നൊരു വിഷയമാണ്. അപ്പൊ അറഫ എന്ന് പറഞ്ഞാൽ ഹജ്ജ് കിട്ടൂല അറഫയിൽ പോയിട്ടില്ല. ആ അറഫ നടക്കുന്നത് വ്യാഴാഴ്ചയാണ്. ആ വ്യാഴാഴ്ച അറഫയിലെ ആൾക്കാർ നിൽക്കുമ്പോ അറഫയിൽ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? നോൽബ് നോൽക്കണം. ഈ നോൽബിന്റെ വിഷയത്തില് പണ്ഡിതന്മാർക്കിടയിലാണ് അഭിപ്രായ വ്യത്യാസം. ഇപ്പൊ ഹുസൈൻ സൽഫിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനെ കുറിച്ചിട്ട് ചെറിയ 1-2 വാക്കുകൾ പറയാനാണ് ഉദ്ദേശിച്ചത്. ഈ 3 മിനിറ്റ് കൊണ്ട് സാധിക്കൂല. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അതിന്റെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്താലാണ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് ഞാൻ വിനീതമായി പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എൻ്റെ ആ വീഡിയോ കാണുക. അതിന് ഞാൻ കുറച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.